ഹലോ ഗായ്സ്, ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ച് എങ്ങോട്ടാന്ന് വെച്ചാൽ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് കരുതിയാണേ. അപ്പോൾ ഹസ്ബൻഡ് വന്ന സമയത്തായിരുന്നു കേട്ടോ. ഏട്ടന് നാട്ടിലേക്ക് വരുന്ന സമയം. നാട്ടിൽ നിന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും പുറത്തെവിടെയല്ല, ആലപ്പുഴയാണ്. ULCCൻ്റെ വർക്കാണ് കേട്ടോ. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവിന് വരുന്ന സമയത്ത് ഇങ്ങനെ പുറത്ത് പോകാറുണ്ട്. പാറക്കുട്ടി ഇങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ട് പോകുന്നതാണ് കേട്ടോ. ബീച്ചിൽ പോകണമെന്ന് പറയും, എപ്പോഴൊക്കെ ബീച്ചിൽ പോകണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയി വരാമെന്ന് കരുതി ഇറങ്ങിയതാണേ. അപ്പോൾ അതാണ്ട് നമ്മൾ നിർത്താനുള്ള സ്ഥലം നോക്കിയാണ് പോണത്. പക്ഷേ എവിടെയും നമുക്ക് സ്പേസ് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് പിന്നെയും വന്നിടത്തേക്ക് തന്നെ വന്ന് അവിടെ നിർത്തിയൊരു ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. നിറയെ ചായക്കടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അച്ഛനും മോളും കൂടെ കഴിച്ചു കേട്ടോ. അവർ രണ്ടാളും കൂടെ എന്തൊക്കെയോ നോക്കിയൊക്കെ കഴിക്കുന്നൊക്കെ കണ്ടു. അപ്പം ഞാൻ ആ സമയത്ത് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അസ്തമയമായി തുടങ്ങി കേട്ടോ ഏകദേശം. അപ്പോൾ അതാണ്ട് നല്ല ഭംഗിയില്ലേ ഗായ്സ് കാണാൻ. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളിലൊക്കെ എന്താ പറയുക, നമ്മൾ പറയില്ലേ കൊതി തീരാത്ത കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഈ സൂര്യൻ അസ്തമിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും അത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അത് ഓരോ സെക്കൻഡ് ഇങ്ങനെ താഴ്ന്നത് വരെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയതിന് ശേഷം എടുത്താണ് കേട്ടോ ഈ വീഡിയോ. അതുണ്ട് നമ്മൾ ബീച്ചിൽ നിൽക്കുന്ന സമയത്ത് എടുത്താണ്. പാറു കുറേ നേരം കളിച്ചിട്ടുണ്ട്. കടലിലിറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറുന്ന സ്വഭാവമൊന്നും ഇല്ല കേട്ടോ. വരാനേ കൂട്ടാക്കില്ല. ഞാനിവിടെ തന്നെ നിൽക്കുന്നുണ്ട് വാശി പിടിക്കും കേട്ടോ. നമ്മൾ കുറേ കാലം കഴിയും പിടിച്ചാലാണ് ഒന്ന് വരിക, അല്ലെങ്കിൽ കുറേ സോപ്പ് ഇടണം എന്നാലേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ബീച്ചിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ കയറ്റിയതാണ് ഇങ്ങോട്ടേക്ക്. നമുക്ക് കുറച്ച് നേരം കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് പപ്പയും മോളും കൂടെ അവിടെ കുത്തിനെ കളിക്കുകയാണ്. എന്തൊക്കെയോ അതിൽ കാണുന്നതിലൊക്കെ കയറും. പേടിയാണെങ്കിലും ആളെല്ലാത്തിലും കയറും കേട്ടോ. ആദ്യം ഇത്ര എന്താ പറയുക ആക്റ്റീവ് ഒന്നല്ലായിരുന്നു. അപ്പോൾ എൻ്റെ കമ്പനിക്കാരൊക്കെ പറയായിരുന്നു കുട്ടി എന്താ അങ്ങനെ ആക്റ്റീവ് അല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ കൊണ്ടുപോകണം. ഇപ്പോൾ അതാ നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ അവർ പറയാം അയ്യോ ഇത് കൂടിപ്പോയല്ലോ എന്നുള്ള പരാതിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നല്ല ആക്റ്റീവാണ്. ചാടി പിടിച്ച് എല്ലാത്തിനും ബാഞ്ഞ് കയറി. പേടിയാണെങ്കിലും ആളെല്ലാത്തിനും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് അച്ഛനും മോളും കൂടെ ഊഞ്ഞാലേക്ക് ആടി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ, എന്താ വെച്ചാൽ ബീച്ചിലേക്ക് എന്നെ കളിക്കാൻ പോകണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് ഇത് ഐശ്വര്യയൊക്കെ വാങ്ങി തന്നു. അപ്പോൾ ഞാനത് കഴിക്കാത്ത കാരണം പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നൊരു ലുക്ക് നിങ്ങൾ നോക്കിയേ. അത് അപ്പാടം കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുണ്ട് തുറന്ന് തിന്നണം. ഇത് തുറപ്പനിലിയുടെ ബാക്കിയാണോ? എന്തായാലും വല്ല തുറന്ന് തിന്നട്ടെ. അതിനുശേഷം ഇതിൻ്റെ മുന്നിലേക്ക് കുറേ ടോയ്സൊക്കെ കണ്ടപ്പോൾ അതിന് കുറേ വാശി പിടിച്ചു. അങ്ങനെ ഒരു വിധത്തിലൊരു ടോയ് വാങ്ങിച്ചു കൊടുത്തു. ഒരു ചെറിയ ബോളാണ് വാങ്ങിച്ചു കൊടുത്തത്. അത് പുള്ളിക്കാരത്തിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിന് കുറേ വണ്ടിയിലിരുന്ന് കുറേ പരാതിയും എന്താ പറയുക ദേഷ്യം പിടിക്കലും, ആ ബോളിനോട് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ ഒരു വിധം സമ്മതിച്ച് നമ്മളങ്ങനെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീട്ടിലെത്തി ഇനി ഫുഡ് കഴിച്ച് കിടക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. പുറമേ നിന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റാ.